അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ എത്രത്തോളമുണ്ട്? ആലത്തൂരിൽ സിറ്റിംഗ് എം പി UDF-ന്റെ രമ്യ ഹരിദാസാണ്. ഇന്ത്യ പിടിക്കുമോ? ഇന്ത്യ വലിയ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? നോക്കാം ഉത്തരങ്ങൾ. വലിയ നേട്ടമുണ്ടാക്കുമെന്ന 6.7% പേരും മെച്ചപ്പെട്ട പ്രകടനമെന്ന 20.4% പേരും അഭിപ്രായപ്പെടുമ്പോൾ അതാകെ 27.1% ഉയരും. എന്നാൽ 50.9% ആളുകൾ ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറയുന്നു. ആലത്തൂരിൽ ഇതെങ്ങനെ റിഫ്ലക്ട് ചെയ്യുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നില്ല. ഞാൻ ആലത്തൂർ മണ്ഡലത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 27.1% ആളുകൾ, കേവലം 27.1% ആളുകളാണ് അവിടെ ഈ ഇന്ത്യ മുന്നണി ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നത്. ബാക്കി 50% ആളുകളും അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അജൽ? ഒരു രാഷ്ട്രീയ മനസ്സാലത്തൂരിന്റെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് ആർക്ക് ഗുണകരമാകും? നിരാശയായിരിക്കാം. അതാകാം. ആ സമയത്ത് അങ്ങനെയായിരുന്നല്ലോ, തകർച്ചയിലായിരുന്നു. അതായത് പഴയ സ്ഥിതി നമുക്കതിന് മറ്റൊരു റീഡിംഗിലേക്ക് കൊണ്ടുവരാം. ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറയുന്നവരുടെ എണ്ണവും നമ്മുടെ മുന്നിലുണ്ട്. ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറയുന്നത് ഒരു വലിയ ഫിഗറാണ്. അതായത് പഴയതിൽ നിന്ന് മോശമാകില്ല എന്ന ഒരു സൂചന വേണമെങ്കിൽ അവിടെ വായിച്ചെടുക്കാം. പിന്നെ ഇന്ത്യ മുന്നണി ഇത്തവണ അധികാരത്തിലെത്തുമെന്ന് തങ്ങൾ കരുതുന്നില്ല എന്നതാകാം ഈ ഒരു ആൻസറിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ നിയമസഭയുടെ തലവനായി നമ്മുടെ മുഖ്യമന്ത്രിയായി ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? KK ശൈലജ പിണറായി വിജയനെ പിന്തള്ളുന്നതാണ് നമ്മൾ വടകരയിൽ കണ്ടതെങ്കിൽ ആലത്തൂർ എന്തു പറയുന്നു? ആരാകണം മുഖ്യമന്ത്രി? ആലത്തൂരിന്റെ ആഗ്രഹം എന്താണ്? ആലത്തൂർ പറയുന്നു VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന 22%. ഞെട്ടിക്കുന്ന ഒരു കാര്യമല്ലേ അല്ലെ? VD സതീശൻ 22%. അതായത് 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF വിജയിച്ചു നിൽക്കുമ്പോൾ ഈ ആലത്തൂരിലെ ആളുകളിൽ ഭൂരിഭാഗവും പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഇപ്പോൾ യോഗ്യൻ VD സതീശനാണ് എന്നാണ്. എന്നാൽ രണ്ടാം സ്ഥാനം നോക്കൂ, ശൈലജയ്ക്കാണ്. 21.5%, 0.5% വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൂന്നാം സ്ഥാനത്താണ് പിണറായി വിജയൻ, 17.2%. നമുക്ക് ഉറപ്പിക്കാം, രമ്യ ഹരിദാസിന് അനുകൂലമായൊരു കാറ്റിപ്പോഴും ആലത്തൂർ മണ്ഡലത്തിൽ വീശിക്കൊണ്ടിരിക്കുന്നു. പല ഘടകങ്ങളാൽ, പല കാരണങ്ങളാൽ.